ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡബ്സി എന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. കാരണം ഇന്റർവ്യൂ ഒക്കെ കാണുന്ന സമയത്ത് ഭയങ്കര റഫായിട്ടിരുന്ന ഉത്തരങ്ങൾ പറയുന്നു, ആദ്യം മറ്റേ വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. പക്ഷെ ഡബ്സിനെ ചിരിപ്പിക്കാൻ പാടാണോ, എന്താണോ അവസ്ഥ? ഡബ്സി അത് കംഫർട്ട് സോണിൽ ഞാൻ എപ്പോഴും എനിക്കതിൽ ഒരു വ്യത്യാസം തോന്നിയിട്ടില്ല. എപ്പോഴും അങ്ങനെ തന്നെ ഇതാവാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ സാഹചര്യങ്ങൾ പലതും ഉണ്ടാവില്ല. പബ്ലിക്കിൽ എന്ന് പറഞ്ഞാൽ വേറെ ആൾ അങ്ങനൊന്നുമില്ല. എപ്പോഴേലും എന്തെങ്കിലും ആക്സിഡൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഉണ്ടാവുന്നതാണ്. അതിൻ്റെതായ രീതിയിൽ നോക്കിക്കാണാൻ വേണ്ടത് കൊടുക്കും. എപ്പോഴെങ്കിലും ചൂടനൊന്നല്ല, എന്താ പറയാ, ഫുൾ ടൈം ചില്ലാണ്. ചൂടനൊന്നുമല്ല, ഞാൻ എപ്പോഴും ഫുൾ ടൈം ചില്ലാണ് പറഞ്ഞ സാധനം. അങ്ങനെയല്ല, നല്ല അടിപൊളി വർത്താനൊക്കെ പറയുന്ന ഒരു സാധാ ചങ്ങാതി. സുഹൃത്തുക്കളായിട്ടുള്ളവർക്ക് അറിയുന്ന ഞാൻ വിശ്വസിക്കണം. ഓരിന്നെ ഏത് ജോണറിയിലാ വെച്ചിക്കണെന്നൊക്കെ അറിയില്ല. ബിക്കോസ് എല്ലാ ഇൻഗ്രീഡിയന്റും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്യാവശ്യം കുറച്ചൊക്കെ സെൻസിറ്റീവ് ആണ്. അതേപോലെ തന്നെ പെട്ടെന്ന് കരയോ? ഇല്ല, ഒരു രംഗണ്ണ മൂടാ. ശരി, പക്ഷെ ആരും കാണൂല. കുറച്ചു നേരം അങ്ങനെയും വേണ്ടേ? ശരിയാണ്, സെൻസിറ്റീവ് ആണ് ഭയങ്കരമായിട്ട്. കുറച്ചാണോ കുറച്ചെല്ലാം എല്ലാം അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. പറഞ്ഞ ഓൾ ഇൻഗ്രീഡിയൻസ്. ഈ കൂടെ ഉള്ളവർ രണ്ടൊരു അമ്പാന്മാരാണ്. അങ്ങനെയല്ല, അങ്ങനെ ഒരു സാധനം എല്ലാവരും അതേ പറഞ്ഞ നേരത്തെ കൗം ഓറിയന്റഡ് പോക്ക് രസമാണ്. എന്നുവെച്ചാൽ നമ്മളെ ഇഷ്ടപ്പെട്ട ആളെ അല്ലെങ്കിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ നമ്മളെ കൂടെ ഉള്ള ആൾക്കാർ. പക്ഷെ എല്ലാരും ഓർക്കുന്നുണ്ട്, ഇപ്പൊ പഴയ ആൾക്കാരിലേക്ക് എത്താനുള്ള സാഹചര്യം കുറവായതുകൊണ്ട് അതിന് കഴിയുന്നില്ല. തീർത്തും അതിലേക്ക് എത്തണം, വൈകാതെ എല്ലാരും വിളിച്ചിട്ട് പറ്റണ പോലെ കാണണം. ഈ ഡബ്സി ആദ്യമായിട്ട് സിനിമയിലോ അല്ലെങ്കിൽ ആൽബം ഒന്നും ഇറക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എഴുതിയ വരികൾ എന്തായിരിക്കും? അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാന് മറ്റേ ഗുഡ് റിഡൻസ് ഓർ സംതിങ് ഫ്രം ഗ്രീൻ ഡേന്റെ ബോളിവുഡ് ഓഫ് ബ്രോക്കൺ ഡ്രീംസ്, കുറെ പാട്ടുണ്ട്. അതിലൊരു ആ സമയത്ത് കവിയല് ഭയങ്കര അങ്ങനെ സിസ്റ്റം ഓഫ് എ ഡൗണിലേക്ക് എത്തിയിട്ട് സിസ്റ്റം ഓഫ് എ ഡൗണിന്റെ സച്ച് ലോൺലി ഡേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഭയങ്കര അവരെല്ലാത്തൊരു പാട്ട് പോലെ തോന്നി. ഭയങ്കര കാമ്, കേൾക്കാൻ നല്ല ഒരു സുഖമുള്ള ഒരു കാസിൽ ഓഫ് ഗ്ലാസസ് ഒക്കെ പോലത്തെ ലിങ്കൻ പാർക്കിന്റെ അങ്ങനെ ഇമോഷണലി കണക്ട് ആയി. അങ്ങനെയാണ് പിന്നെ വേറെ ഒരു മെയിൻ ഇൻസ്പിറേഷൻ കോഫി അറ്റ് എം ജി റോഡ് ശാന്തിയും കൂടിയിട്ട് ചെയ്തിരുന്നു. മിന്നലഴകി ഈവൻ ജയ്ക്സേട്ടനും അതിൽ പണിയെടുത്തിട്ടുണ്ട്. അവരും മൂന്നുപേരുടെ ഒരു സംഭവം എനിക്ക് കൂടി പരിശോധിക്കേണ്ടിയിരിക്കും. ഐ എം നോട്ട് ഷുവർ. അതും ഇതുമാണ് ഗ്രീൻഡേ എക്സ് ഈ പറഞ്ഞ ടീം കോഫി അറ്റ് എം ജി റോഡിൽ നിന്നാണ്. നിന്നെയും കാത്തു കാത്തു ഞാൻ ഇതിലേ മായാതെ മറഞ്ഞിടാതെ കൈൻഡ് ഓഫ് ആ ഒരു ആൽബം. പിന്നെ അതേപോലെ തന്നെ ഫ്രാങ്കോന്റെ ഒരു ചെമ്പകമേ ആ പാട്ടൊക്കെ ആ സമയത്തായിരുന്നു സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഗ്രീഡിയന്റിൽ ഉള്ളത് ചെയ്യാനുള്ള ശ്രമമായിരുന്നു. പിന്നീട് അത് മാറിയിട്ട് ആദ്യം ഞാൻ റിലീസ് ചെയ്ത പാട്ട് കടുവ.